ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്നെങ്ങോട്ടാണ് പോകണമെന്നില്ലേ, മേട്ടുപ്പാളയം വഴി ഊട്ടിക്കാണ് പോണത്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പം നമുക്ക് നേരെ പോവാം. ഞങ്ങൾക്ക് 12 മണിക്കാട്ടോ ട്രെയിൻ ഉള്ളത്. അപ്പം ഞങ്ങൾ കാത്തിരിപ്പാണ് ട്രെയിൻ വരാൻ. ഇപ്പോൾ ഒരു 11 മണിക്കായിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ മാമനും മാമിയും റിച്ചും റവിയും ഫിനും മിഷയും എല്ലാവരും വന്നു. മമ്മൊക്കെ വന്നിക്കണം കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടിയുള്ളൊരു ട്രിപ്പാണ്. അങ്ങനെ കുറേ നേരം കാത്തു നിൽക്കുകയാണ്. എന്താ വെച്ചാൽ ട്രെയിൻ ലേറ്റ് ആക്കണം, ഉറക്കൊക്കെ വന്നിട്ട് വയ്യ. ട്രെയിന് 12 മണിക്ക് വരും എന്ന് പറഞ്ഞാൽ ട്രെയിൻ 1:30 ആയിക്കണ് വന്നപ്പം. അങ്ങനെ എല്ലാവരും ഇരുന്ന് ബോറടിച്ചിട്ടോ. ഇത് നിങ്ങൾ വിചാരിക്കും ട്രെയിനാണ്. ഇത് ട്രെയിനല്ല, ട്രാക്കിൽ എന്തോ മെറ്റലിടുന്ന എന്തോ ഒരു മെഷീനാണ്. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിൻ്റെ ശേഷം ഞങ്ങൾ ട്രെയിൻ വന്ന്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി. ഞങ്ങൾ സ്ലീപ്പറായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. അപ്പം എല്ലാവരും കൂടി പോവാണ്. സ്ലീപ്പറാകുമ്പോൾ അത്ര തിരക്കൊന്നും ഉണ്ടാവില്ല, പക്ഷെ ജനറൽ ബോഗിയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു മക്കളെ. കയറിയപ്പോൾ തന്നെ ഫുള്ള് ഇരുട്ട്. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കിടന്നുറങ്ങിക്കണം. ഇത് ഒരു ബോധം ഇരിക്കണ പോലെ ഇല്ലേ, ഇരുട്ടായതുകൊണ്ട് ബ്ലൂ ലൈറ്റാട്ടോ അവിടെ കത്തിച്ച് വെച്ചിരിക്കുന്നത്. അതിൽ മിമിനെ കാണാൻ ബോധത്തിൻ്റെ പോലെ ഉണ്ട്. അങ്ങനെ വെച്ചും മാമനൊക്കെ കൂടെ ഓർക്ക് വേറെ ബോഗിയിലായിരുന്നു കിട്ടിയത്. ഓരങ്ങോട്ട് പോയി. മിമിയൊക്കെ ഇതാ കിടന്ന് ഉറങ്ങണം. ഞങ്ങളൊക്കെ അപ്പുറത്തും കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പുറത്ത് നല്ല വെളിച്ചമുണ്ട്, പക്ഷെ കിടക്കണത് വെളിച്ചിടാൻ പാടില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പോയി ഏതോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഏതായാലും ഞങ്ങൾ ഇറങ്ങുന്നതിൻ്റെ മുന്നുള്ള ഏതോ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ നിലാവ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഞങ്ങൾ കുറച്ച് സൂം ചെയ്തൊക്കെ എടുത്ത് നോക്കി. നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഇങ്ങനെ പോവന്നെ നല്ല രസം. അവിടുന്ന് ഇവിടുന്നൊക്കെ വെളിച്ചും അപ്പുറത്ത് പോയും. അങ്ങനെ അവസാനം ഞങ്ങൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇപ്പോഴും ഉറക്കത്തിൻ്റെ ഭ്രാന്ത് വിട്ടിട്ടില്ല മക്കളെ. മിമി അത് ഐഷമോളും മടിയിൽ കിടക്കണ്, ഐഷമോളും മമ്മാൻ്റെ മടിയിലും കിടക്കണ്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾക്ക് വേറൊരു ട്രെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിൽ കയറി ഞങ്ങളിതാ മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനിലെത്തി. ബാക്കി വീഡിയോസ് വരുന്നതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ തന്നെ ലെങ്ത്ത് കൂടും വിചാരിച്ചിട്ടാട്ടോ ഞങ്ങൾ ഇടാത്തത്. അപ്പം ഞാനും ഇറങ്ങി. അപ്പോൾ ദാ മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷൻ. അപ്പുറത്ത് നേരെ അങ്ങോട്ട് നോക്കിയാൽ കാണാം, അവിടെ നമുക്ക് പോകാനുള്ള ട്രെയിൻ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.